ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുവാൻ ഇടയാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഴം ശക്തമായി ഇടപെടുന്ന വചനത്തിൻ്റെ ദൂത് ഹൃദയത്തിന് വിടുതലായി ജീവിതത്തിൻ്റെ ചൈതന്യമായി മാറത്തക്ക നിലയിൽ പരിശുദ്ധാത്മാവ് അതിശക്തമായി തൊടുന്ന ഒരു ദിവസമായി തീരുവാൻ ഇടയാകട്ടെ. വചനം കേൾക്കുന്ന ദൈവമക്കൾക്കായിട്ട് കർത്താവിനെ സ്തുതിക്കുകയും യേശുവിൻ്റെ നാമത്തെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. 1 ദിനവൃത്താന്തം 17 അധ്യായം 25 വാക്യം. എൻ്റെ ദൈവമേ, അടിയന് നീ ഒരു ഗ്രഹം പണിയുമെന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് അടിയൻ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ ധൈര്യം പ്രാപിച്ചു. വളരെ സുപരിചിതമായ ഒരു തിരുവെടുത്ത്. ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനകത്തുനിന്ന് ആഴം ശക്തമായി ഇടപെടുന്ന ദൂതം. പ്രാർത്ഥിക്കുന്ന തലങ്ങളിൽ വിമർശിക്കുന്നവരുണ്ട്, പ്രാർത്ഥനയെ പരിഹസിക്കുന്നവരുണ്ട്, പ്രാർത്ഥനയെ പുച്ഛിക്കുന്നവരുണ്ട്. ഇന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണോ? അങ്ങനെ ചോദിക്കുന്ന അനുഭവങ്ങളുണ്ട് ജീവിതത്തിൻ്റെ തലങ്ങളിൽ. ഇവിടെ പരിശുദ്ധാത്മാവ് ഈ വാക്യത്തിൽ നിന്ന് വ്യക്തമായി പറയുന്ന ദൂത്, പ്രാർത്ഥിക്കുവാൻ ധൈര്യം പ്രാപിച്ചു. പ്രാർത്ഥന മുടങ്ങിപ്പോകുകയല്ല, പ്രാർത്ഥന നിർത്തുകയല്ല, പ്രാർത്ഥിക്കുന്നത് ഒരു ധൈര്യത്തോടെയാണ്, പ്രത്യാശയോടെയാണ്, പ്രതീക്ഷയോടെയാണ് പ്രാർത്ഥിക്കുന്നത്. ദൈവത്തിൻ്റെ പൈതലേ, പരിശുദ്ധാത്മാവ് അതിശക്തമായി ആഴമായി ദൂത് ഇടപെടുക. ഇന്ന് സാഹചര്യങ്ങളുടെ നടുവിൽ പ്രാർത്ഥിക്കുമ്പോൾ ഒട്ടും സംശയമില്ലാതെ ധൈര്യത്തോടെ പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുക. ബലത്തോടെ പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൂത് പറയുക. ഞാനത് വിഷയം പ്രാർത്ഥിക്കണോ? മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് എൻ്റെ പ്രാർത്ഥന നിർത്തുകയല്ല. സാഹചര്യങ്ങൾ നടക്കാത്തതുകൊണ്ട്, വിഷയങ്ങൾ അനുകൂലമാകാത്തതുകൊണ്ട് എൻ്റെ പ്രാർത്ഥന ഞാൻ നിർത്തുവല്ല ജീവിതത്തിൽ ചെയ്യുന്നത്. ധൈര്യപൂർവം പ്രാർത്ഥിക്കുക, പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കുക, പ്രത്യാശയോടെ പ്രാർത്ഥിക്കുക, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് അതിശക്തമായി ദൂത് വെളിപ്പെടുത്തുക. ഇവിടെ ഭക്തൻ പ്രാർത്ഥിക്കുവാനുള്ള ധൈര്യം പ്രാപിച്ചത് എങ്ങനെയെന്ന് തിരുവെഴുത്ത് വെളിപ്പെടുത്തുക. അടിയന് നീ ഒരു ഗ്രഹം പണിയുമെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ദൂത് ഭക്തനോട് പറഞ്ഞിരിക്കുക. ദൈവം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. എന്ത് ചെയ്തു കൊടുക്കും എന്ന് കർത്താവ് നിശ്ചയമായി അങ്ങ് വെളിപ്പെടുത്തി. ദൈവത്തിൻ്റെ ആലോചന ഭക്തൻ്റെ ഹൃദയത്തിലേക്ക് ആ ദൂത് കടന്നു ചെന്നിരിക്കുക. ദൈവത്തിൻ്റെ പൈതലേ, പരിശുദ്ധാത്മാവ് ദൂത് ആഴവും ശക്തവുമായി ഇടപെടുക. ഇന്ന് പ്രാർത്ഥിക്കുന്ന വിഷയം ദൈവം വെളിപ്പെടുത്തിയത് കൊണ്ടല്ലേ, ദൈവത്തിൻ്റെ ആലോചന വെളിപ്പെട്ട് കിട്ടിയത് കൊണ്ടല്ലേ ഞാൻ ഇപ്രകാരം അത് ചെയ്യും, ഞാൻ ഇപ്രകാരം അത് ക്രമീകരിക്കും, ഞാൻ വഴി തുറക്കും, ഞാൻ വാതിൽ തുറക്കും. ദൈവത്തിൻ്റെ പൈതലേ, ആ ഒരു തലത്തിലല്ലേ പ്രാർത്ഥിക്കുന്നത്. പിന്നീട് എന്തുകൊണ്ട് ഹൃദയം സംശയിക്കുന്നു, മനസ്സ് ഭാരപ്പെടുന്നു, മനസ്സാകുലത കൊണ്ട് നിറയുന്നു, പ്രാർത്ഥിക്കുവാൻ മടി കാണിക്കുന്നു? പരിശുദ്ധാത്മാവ് അതിശക്തമായി കുടുംബങ്ങളോട് ദൂത് വിളിച്ചു പറയുക. ദൈവം വെളിപ്പെടുത്തിയ വിഷയത്തിൽ ധൈര്യത്തോടെ പ്രാർത്ഥിക്കുക. ദൈവാലോചന വെളിപ്പെട്ട് കഴിഞ്ഞിരിക്കുക. ദൈവം പ്രവർത്തിക്കുമെന്ന് ദൈവം സംസാരിച്ചു കഴിഞ്ഞിരിക്കുക. ഇനി ഞാൻ പ്രാർത്ഥനയിൽ ജീവിതത്തിൻ്റെ തലങ്ങളിൽ മടുത്തു പോകേണ്ട കാര്യമില്ല. പ്രാർത്ഥന ഞാൻ ക്ഷീണിച്ചു പോകേണ്ട കാര്യമില്ല. ഞാൻ ധൈര്യപൂർവം പ്രാർത്ഥിക്കും. ആര് പരിഹസിച്ചാലും, ആര് നിന്ദിച്ചാലും, ആര് പുച്ഛിച്ചാലും എൻ്റെ കർത്താവിൻ്റെ ശബ്ദത്തിൻ്റെ നിവർത്തി വെളിപ്പെടുക. ആ വാഗ്ദത്തം കൂടാരത്തിൽ വെളിപ്പെട്ടു വരുക. പ്രാർത്ഥന കൂടിയേ തീരൂ, പ്രാർത്ഥിച്ചേ പറ്റൂ. പ്രാർത്ഥനയിലൂടെ ദൈവം വെളിപ്പെടുത്താൻ പോകുന്നത്. ഇന്ന് ദൂത് വെളിപ്പെട്ടിരിക്കുക, ഇന്ന് ദൈവിക ആലോചന വെളിപ്പെട്ടിരിക്കുക എന്ന വാഗ്ദത്തങ്ങളുടെ നിവർത്തി വെളിപ്പെടാൻ പോകുന്നത് പ്രാർത്ഥനയിലൂടെയാണ്. അതുകൊണ്ട് ആ ശത്രു പ്രാർത്ഥനയെ ബന്ധിക്കാൻ നോക്കുന്നത്, പ്രാർത്ഥനയെ മടിപ്പിക്കാൻ നോക്കുന്നത്, പ്രാർത്ഥനയെ ക്ഷീണിപ്പിക്കാൻ നോക്കുന്നത്. ഇന്ന് പരിശുദ്ധാത്മാവ് അതിശക്തമായി ചില ജീവിതങ്ങളോട് ദൂത് ഇടപെടുക. പ്രാർത്ഥിക്കുവാൻ ധൈര്യം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അതിശക്തമായ ഒരു ധൈര്യം.
ഈ പകൽ ദൈവത്തിൻ്റെ ദൂത് ഏറ്റെടുക്കട്ടെ. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആലോചന പരിശുദ്ധാത്മ വെളിപ്പെടുത്തുന്ന ശബ്ദം ആഴമായി ഏറ്റെടുക്കട്ടെ. ഞാൻ പ്രാർത്ഥിക്കുന്ന സംശയത്തോടെയല്ല, ഞാൻ പ്രാർത്ഥിക്കുന്നത് ആമേ ജീവിതത്തിൻ്റെ തലങ്ങളിൽ ധൈര്യത്തോടെ. കാരണം എൻ്റെ ദൈവം പറഞ്ഞതിന് വേണ്ടിയാ ഞാൻ പ്രാർത്ഥിക്കുന്നത്. ദൈവം തരാമെന്ന് പറഞ്ഞത്, ദൈവം ചെയ്യാമെന്ന് പറഞ്ഞത്, ദൈവം എനിക്ക് വേണ്ടി കരുതിയിരിക്കുന്ന എൻ്റെ വാഗ്ദത്തങ്ങൾക്ക് വേണ്ടിയാ ഞാൻ പ്രാർത്ഥിക്കുന്നത്. അത് ഞാൻ ധൈര്യത്തോടെ പ്രാർത്ഥിക്കും. ദൈവത്തിൻ്റെ പൈതലേ, ധൈര്യത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ക്ഷീണിക്കത്തില്ല. ധൈര്യത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ തളർന്നു പോകത്തില്ല. അതിന് മറുപടി ഉണ്ടെന്നും പ്രത്യാശയും പ്രതീക്ഷയോടെ ഇന്ന് ഈ ദൂത് ഹൃദയതലത്തിൽ പരിശുദ്ധാത്മാവ് തൊടുന്നു. ഒട്ടും ലവലേശം സംശയമില്ലാതെ ഞാൻ എൻ്റെ വിഷയത്തിനായി പ്രാർത്ഥിക്കും. കാരണം ദൈവം അത് ചെയ്തു തരുമെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. കർത്താവിൻ്റെ ദൂതിനാൽ, ദൈവത്തിൻ്റെ അരുളപ്പാടിനാൽ അത് വെളിപ്പെട്ടു വന്നിരിക്കുക. അതാ എനിക്ക് ധൈര്യം. ആ നിലയിൽ പ്രാർത്ഥിക്കും. ദൈവത്തിൻ്റെ പൈതലേ, ആ വാഗ്ദത്തം കാണും. ആ വെളിപ്പെടുത്തിയത് ജീവിതത്തിൻ്റെ തലങ്ങളിൽ സമ്പൂർണ്ണമായി അത് കാഴ്ചയാൽ കാണാൻ പോകുന്നു. ആ നിലയിൽ ദൈവം അനുഗ്രഹിക്കും, ദൈവം സഹായിക്കും. അനുഗ്രഹിക്കുന്ന കർത്താവിൻ്റെ കരം വേഗത്തിൽ തന്നെ നിവൃത്തിയാക്കുന്നൊരു പ്രാർത്ഥനയുടെ തലം ശക്തീകരിക്കട്ടെ. ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ ദൂത് അതാഴമായി ഏറ്റെടുക്കട്ടെ. അത്ഭുതം നടക്കാമോ, ദൈവിക വിടുതൽ കാണാൻ പോവുക. കർത്താവ് സഹായിക്കും. പ്രാർത്ഥിക്കട്ടെ. സ്നേഹവാന ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഇന്ന് കേൾപ്പിച്ച ദൂതിനായി സ്തോത്രം, ആലോചനയ്ക്കായി സ്തോത്രം. ജനത്തെ സഹായിക്കണം. അപ്പോൾ ആ പ്രാർത്ഥനയിൽ ഒരു ധൈര്യം, ക്ഷീണിച്ചു പോകാതെ, മടുത്തു പോകാതെ ബലത്തോടെ പ്രാർത്ഥിക്കുന്നു. ദൈവം കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കർത്താവ് വെളിപ്പെടുത്തിയത് അത് നടക്കുക, അത് നിവർത്തിയാകുക, അത് വേഗത്തിൽ സംഭവിക്കാനിടയാകണമെന്ന് പ്രാർത്ഥിക്കുക. വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമായി തീരട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.